നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവ് പറ്റിയാൽ ഒരു ഹോസ്പിറ്റലാണെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തീരുമാനിച്ചോളും എന്തൊക്കെ മരുന്നാണ് അപ്ലൈ ചെയ്യണേ, എന്തൊക്കെയാണ് ഓപ്പറേഷൻ പ്രൊസീജിയർ, അത് നീ അറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കില്ല. അതുപോലെ തന്നെയാണ് എനിക്കുണ്ടാകുന്ന ഇഞ്ചുറി എന്ന് പറയുന്നത് ഇവിടെ ക്രൈമാണ്. ഈ ക്രൈമിൽ എന്തൊക്കെയാണ് നിങ്ങൾ അതിനെ പരിഹരിക്കാൻ വേണ്ടി, ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട്, ജസ്റ്റിസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ഓരോ സ്റ്റെപ്പും ഞാനുമായി ഡിസ്കസ് ചെയ്തും ഞാനുമായി അറിഞ്ഞുകൊണ്ട് വേണം. അപ്പോൾ ഞാനുമായിട്ടുള്ള ഡിസ്കഷനും ഞാനുമായിട്ടുള്ള അറിവെന്ന് പറയുന്നത് നമ്മളൊക്കെ സാധാരണ ലേമൻ പോയിന്റ് ഓഫ് വ്യൂലാണ്, സാധാരണക്കാരാണ് ഇതിൽ വിക്ടിം ആവുന്നത്. എല്ലാവരും വക്കീലന്മാരും പോലീസുകാരും എല്ലാം വിക്ടിമാണ്. അപ്പോൾ അവർക്ക് നിയമം സഹായിക്കാനായിട്ട് അവർക്ക് ഒരാളുടെ സഹായം എടുക്കേണ്ടി വരും, ഒരു നിയമം പഠിച്ച ഒരാളുടെ. അതുകൊണ്ട് നിർബന്ധമായും വിക്ടിം കൗൺസിലിന് വലിയ റോളുണ്ട്. അത് പ്രോസിക്യൂട്ടേഴ്സിന് ഒരു കൗൺസിലിനെ ആവശ്യമാണ്. അത് ബെസ്റ്റ് അഡ്വക്കേറ്റിനെ വാങ്ങാനുള്ള കഴിവ് എനിക്കുണ്ടെങ്കിൽ ഞാൻ വാങ്ങില്ലേ. രാമൻപിള്ള സാറിന് ഓപ്പോസിറ്റുള്ള പ്രതിക്ക് വാങ്ങാൻ പറ്റുന്ന പോലെ രാമൻപിള്ള സാറിന് ഒരുപക്ഷെ ഞാൻ വാങ്ങിയേനെ. എൻ്റെ കൗൺസിലായിട്ട് എനിക്ക് വാങ്ങാൻ പറ്റിയിരുന്ന അത്രയും വലിയൊരു സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ. അത് ഇനിയിപ്പോൾ എൻ്റെ പൈസ ഇല്ല, ഒരു വലിയ വിഷയമാണ് സംഭവിച്ചത്, നമ്മളെല്ലാവരും പൈസ പൂൾ ചെയ്ത് കൊടുക്കില്ലേ. നമ്മൾ ഏത് വലിയ വക്കീലിനെയും വേണമെങ്കിൽ ആ വിക്ടിമിന് വേണ്ടിയിട്ട് കൊടുക്കണ്ടേ. അപ്പോൾ വിക്ടിം കൗൺസിലിന് അത്രയും വലിയ റോള് വേണം, അനിവാര്യമാണ്. അത് ഡിഫൻസ് കൗൺസിലിന് മാത്രമല്ല റോൾ വേണ്ടത്, വിക്ടിം കൗൺസിലിന് റോൾ വേണം. കൂടുതൽ പ്രതിക്കാണല്ലോ പരിഗണനകൾ കിട്ടുന്നത്. അത് നീതിന്യായ വ്യവസ്ഥയുടെ പ്രത്യേകതയാണ്. ഒരു വക്കീലിനോട് ലേഡി വക്കീലിനോട് തന്നെ, ഹൈക്കോടതി വക്കീലിനോട് തന്നെ സംസാരിച്ചപ്പോൾ പ്രതിക്ക് ചില അവകാശങ്ങളുണ്ട്, ഭരണഘടനയിൽ പറയുന്നത്. എന്തുകൊണ്ടാണ് വിക്ടിമിന് അവകാശങ്ങളുണ്ട് എന്ന് പറയാത്തത്? അതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മളുടെ ഈ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന സമയത്ത് അവർ നമ്മളെ മുഴുവൻ ഇങ്ങനെ പ്രതികളാക്കിക്കൊണ്ടല്ലേ ഇരുന്നിരുന്നത്. അപ്പോൾ ഈ പ്രതികൾ എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മളൊക്കെ ഇങ്ങനെ പ്രതികളാവുകയും അപ്പോൾ അതൊരു ഇന്ത്യൻ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് തോന്നുന്നത്, ഭരണഘടനയ്ക്ക് എഴുതിയപ്പോൾ എക്യൂസിന് കുറേ റൈറ്റ് കൊടുക്കണം. കാരണം ഈ ഭരണകൂടം എന്ന് പറഞ്ഞ സംഗതി എന്താ പറയുക, മർദ്ദകോപാധിയായിട്ടാണ് നമ്മൾ പോലീസിനെ കാണുന്നത്. അപ്പോൾ ഭരിക്കുന്ന ആളുകളുടെ താല്പര്യം അനുസരിച്ച് പോലീസ് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നമ്മളൊക്കെ പ്രതികളാണ്. ഞാനും പ്രതിയാണ്, ഞാൻ വേറൊരു കേസിൽ പ്രതിയാണ്. അപ്പോൾ ഞാൻ ജാമ്യം എടുത്തിരിക്കുന്ന ഒരു പ്രതിയാണ്, ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെയൊക്കെ എങ്ങനെ പ്രതിയാക്കാൻ പറ്റുകയാണ് പോലീസിന്? കേവലമായിട്ടുള്ള പേഴ്സണൽ വെഞ്ചൻസ് ആണ് തീർക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാനിന്ന് ആ പ്രതി വിശ്വസിക്കുന്നത് ഞാനൊരു ക്രൈം ചെയ്തിട്ടില്ല, എൻ്റെ പോലീസ് വെഞ്ചൻസ് മാത്രമാണ്. അപ്പോൾ എനിക്കെൻ്റെ മനുഷ്യാവകാശങ്ങൾ അത് ഭരണഘടനയിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഇങ്ങനെ പോലീസ് മർദ്ദനോപാധി, സ്റ്റേറ്റിൻ്റെ മർദ്ദനോപാധി നമ്മളെ ഇങ്ങനെ പ്രതിയാക്കുന്നുണ്ട് ഒരുപാട് പേര്, നിരപരാധികളെ. ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ തന്നെ ടെററിസ്റ്റ് നിയമങ്ങൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ സമരം ചെയ്യുന്ന ആളുകൾ, ഇന്ത്യയിലെ കർഷകർ, ഇന്ത്യയിലെ തൊഴിലാളികൾ, ഇന്ത്യയിലെ ബുദ്ധിജീവികൾ, അത് സമരത്തിലിറങ്ങുന്ന ആക്ടിവിസ്റ്റുകൾ, അവരൊക്കെയാണ് ടെററിസ്റ്റുകളുടെ നിയമം എടുത്തിട്ട് പ്രതിയാക്കപ്പെടുന്ന ആളുകൾ, അല്ലാണ്ട് യഥാർത്ഥ ടെററിസ്റ്റുകളല്ല. അപ്പോൾ അതാണ് ഇവിടുത്തെ വിഷയം. അപ്പോൾ ഏത് നിയമം എടുത്ത് നമ്മുടെ നേരെ പ്രയോഗിക്കാൻ ഭരണകൂടത്തിന് സാധിക്കും. അതുകൊണ്ട് അത് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭരണഘടനയിൽ കൃത്യമായി തന്നെ മൗലിക അവകാശങ്ങളിൽ ഇങ്ങനെ അക്യൂസ്ഡിന് റൈറ്റ് ടു ബി സൈലൻ്റ് ഉണ്ട്, അക്യൂസ്ഡിന് ഒരുപാട് അവകാശങ്ങൾ കൃത്യമായി തന്നെ എഴുതി വെച്ചിട്ടുള്ളത്.